അടൂർ മമ്മൂട്ടി ചിത്രം എറണാകുളത്ത് ജനുവരി 23 ആരംഭിക്കും. മമ്മൂട്ടി നായകനായി മലയാളത്തിന്റെ വിശ്വവിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ജനുവരി 23 എറണാകുളത്ത് ആരംഭിക്കും. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് എറണാകുളത്ത് പ്ലാൻ ചെയ്യുന്നത്. വയനാടാണ് മറ്റൊരു ലൊക്കേഷൻ. 35 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ചിത്രത്തിൽ നയൻതാര നായികയായി എത്തുന്നു. നയൻതാര മമ്മൂട്ടിയോടൊപ്പം ഇത് 6ാം തവണയാണ്. ഏപ്രിൽ 29 റിലീസാകുന്ന പാർട്ടിയിലാണ് മമ്മൂട്ടിയും നയൻതാരയും ഒടുവിൽ ഒന്നിച്ചത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായ ഷഹനാദ് ജലാലാണ്. പ്രമേയത്തിനു ശേഷം ഷഹനാദ് ജലാൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന മമ്മൂട്ടി ചിത്രമാണിത്. ഇന്ദ്രൻസ്, വിജയരാഘവൻ, അലിയാർ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. കെ.വി. മോഹൻകുമാറിന്റേതാണ് കഥ. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ് എന്നും അടൂർ ചിത്രങ്ങൾ. മതിലുകൾ 1989-ലും വിധേയൻ 1993-ലും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തു. വിധേയൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡും സമ്മാനിച്ചു. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് പുതുവർഷത്തിൽ മമ്മൂട്ടി ആദ്യം അഭിനയിച്ചത്. പ്രകാശ് വർമ്മയും പുതുമുഖ താരങ്ങളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. രഞ്ജിത്ത് രചനയും സംവിധാനം നിർവഹിച്ച ബ്ലാക്ക് എന്ന ചിത്രത്തിലെ കാരിക്കാമുറി ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും എത്തുകയാണ്. ഇക്കുറി അതിഥി വേഷത്തിലാണ് മമ്മൂട്ടിയുടെ കാരിക്കാമുറി ഷൺമുഖൻ. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന ചത്താപ്പച്ചയാണ് പുതുവർഷത്തിൽ ആദ്യ റിലീസ്. ജനുവരി 22 റിലീസ് ചെയ്യും. അടൂർ ചിത്രത്തിന് ശേഷം ധനുഷ് നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിക്കും. മമ്മൂട്ടിയും ധനുഷും ഒരുമിക്കുന്ന ചിത്രം ശിവകാർത്തികേയന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അമരൻ ഒരുക്കിയ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്നു. സായി പല്ലവിയാണ് നായിക.